റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ വിമർശനവുമായി മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. തോൽവിയെക്കുറിച്ച് പാർട്ടി പ്രവർത്തകർ നിർഭയം അഭിപ്രായം പറയണമെന്നുള്ള എം വി ഗോവിന്ദന്റെ പരാമർശം തെറ്റിദ്ധാരണയുണ്ടാക്കും. പാർട്ടി പ്രവർത്തകർ മുമ്പും നിർഭയത്തോടെയാണ് പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുത്തിട്ടുള്ളത്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകണം. പിണറായി വിജയൻ അർഹനാണെന്നും പാലോളി മുഹമ്മദ് കുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. സിപിഎമ്മിന് മുതിർന്ന നേതാവായിട്ടുള്ള പാലോളി മുഹമ്മദ് കുട്ടി റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുകയാണ്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം LDF മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 102 സീറ്റ് നേടിയാണ് UDF അധികാരത്തിൽ വന്നിരിക്കുന്നത്. പാർട്ടിയുടെ പല തെറ്റായിട്ടുള്ള നയങ്ങൾ, ചില പരാമർശങ്ങൾ, അതെല്ലാം ഈ തോൽവിക്ക് വഴിവെച്ചു എന്നുള്ളതാണ് പരക്കെ ഉയരുന്നൊരു ആക്ഷേപവും പരാതികളും. തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് സംഭവിച്ചത്. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് സമഗ്രമായിട്ടുള്ള പരിശോധന പാർട്ടി നടത്തും. എന്നാലേ കാര്യങ്ങൾ മനസ്സിലാവൂ. പാർട്ടി ഈ സമഗ്രമായിട്ടുള്ള പരിശോധനയ്ക്ക് കടക്കുമെന്ന് പറയുമ്പോഴും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം കൂടിയിരുന്നു. ആ സെക്രട്ടറിയേറ്റിന് ശേഷം പിന്നീട് CPMന്റെ നേതാക്കൾ പറഞ്ഞത് അടിത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരുടെ കാര്യങ്ങൾ കേൾക്കും, നിർഭയമായി പാർട്ടി പ്രവർത്തകർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാമെന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാലം പാർട്ടി പ്രവർത്തകർ ഭയത്തോടു കൂടി കമ്മിറ്റികളിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഇതുവരെ ഈ പാർട്ടിയിൽ അഭിപ്രായം പറയുന്നതിന് മറ്റാരെങ്കിലും ഭയപ്പെട്ടിട്ട് അത് മറച്ചു വെക്കുന്നൊരു സ്ഥിതി പാർട്ടിയിലില്ല. ചില ആളുകൾ തെറ്റ് ചെയ്തിട്ടായിരിക്കും അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് വരും. അതല്ലാതെ പാർട്ടിയിൽ ഏതെങ്കിലും നേതൃത്വത്തെ അല്ലെങ്കിൽ സെക്രട്ടറിയെ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഭയപ്പെട്ടിട്ട് കാര്യങ്ങൾ പറയാതെ നിൽക്കുന്ന സ്ഥിതി പാർട്ടിയിലില്ല. അതല്ല, അത് ഞാനത് കേട്ടപ്പോൾ ഗോവിന്ദൻ മാഷെ അത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അയാളെന്താ അങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഈ ഗോവിന്ദ മാഷിനെതിരെ വ്യാപകമായിട്ടുള്ള പരാതികൾ, അത് സൈബർ അടുത്ത് പോലും വ്യാപകമായിട്ട് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറിയെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് പാർട്ടി അണികൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ. അല്ല, അതിപ്പോൾ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളെ അല്ലേ ചൂണ്ടിക്കാണിക്കുക, എല്ലാ സാധാരണ മെമ്പർമാരെ അല്ലല്ലോ. അത് ആ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആൾ അതിൻ്റെ ഉത്തരവാദിത്വം അയാളുടെ പേരിൽ ചുമത്തും, അത് പരിശോധിക്കും, അത്രയേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ഉയർത്തി കാണിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ആരെങ്കിലും ഇപ്പോൾ ജയിച്ച കൂട്ടത്തിൽ 10-35 ആളുള്ളത് അതിലാരെങ്കിലും ഒരാളായിരിക്കും. മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ തന്നെ ആവണം എന്ന് ഏറ്റവും അയാളല്ലേ ഏറ്റവും അർഹതപ്പെട്ട ആൾ. അതിലൊന്നും പ്രശ്നമുള്ളതല്ല. വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, റിപ്പോർട്ടർ പാലക്കാട്. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, കനത്ത തോൽവിയിൽ എന്താണ് മുതിർന്ന നേതാവായ പാലോളി മുഹമ്മദ് കുട്ടിക്ക് പറയാനുള്ളത്? സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെയും മറ്റു നേതാക്കളുടെയും ഒക്കെ നിലപാടുകൾ, അതിലൊക്കെ എന്താണ് പ്രതികരണം? വിനീത, അതായത് MV ഗോവിന്ദനെ കുറിച്ചുള്ള ചില വിമർശനങ്ങൾ പാലോളി മുഹമ്മദ് കുട്ടി ഉന്നയിക്കുന്നുണ്ട്. കൊടിയേരെ കാണിച്ച് MV ഗോവിന്ദനെ വിമർശിക്കുന്നത് തെറ്റാണെന്ന് പറയുന്ന പാലോളി മുഹമ്മദ് കുട്ടി, പക്ഷേ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ ഈ പാർട്ടി കമ്മിറ്റികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പറഞ്ഞത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നുള്ളതാണ് പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നത്. കാരണം നിർഭയമായിക്കൊണ്ട് പാർട്ടി സഖാക്കൾക്ക് ഇനി കമ്മിറ്റികളിൽ അഭിപ്രായം പറയണം എന്നുള്ളൊരു പരാമർശമാണ് MV ഗോവിന്ദൻ നടത്തിയത്. തിരുത്തൽ നടപടിയുടെ ഭാഗമായിക്കൊണ്ടാണ് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു പരാമർശം നടത്തുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിലൊരു പരാമർശം MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. കാരണം ഇത്രയും കാലം അപ്പോൾ പാർട്ടി കമ്മിറ്റികളിലേക്ക് വന്നിട്ടുള്ള പാർട്ടി പ്രവർത്തകരെല്ലാം ഭയത്തോടു കൂടിയാണ് പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുത്തത് എന്ന രീതിയിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. അത് ഒരിക്കലും പ്രതികരിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു പരാമർശമാണ് MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് പാലോളി മുഹമ്മദ്. കൃത്യമാണ് പാലോളി മുഹമ്മദ് കുട്ടിയെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ നിലപാട്, അതും പാർട്ടിയുടെ തെറ്റുതിരുത്തൽ പ്രക്രിയയിൽ നിർണായകമാണ്. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.